So hi everyone, welcome to Exam by Learning. So നമ്മുടെ ഓണം എക്സാമിന്റെ ഫിസിക്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇക്വേഷൻസ് ഓഫ് മോഷന്റെ രണ്ടാമത്തെ പാർട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സോ നമ്മൾ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അതുപോലെ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യുക, ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ദ പൊസിഷൻ ഓഫ് ആൻ ഒബ്ജക്ട് ഇൻ മോഷൻ അറ്റ് വേരിയസ് ടൈം ഇസ് ഗിവൺ ഇൻ ദ ടേബിൾ. സോ ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷൻ ടൈം ഗ്രാഫ് അല്ലെ പൊസിഷൻ ടൈം ഡാറ്റ നമുക്ക് തന്നിട്ടുണ്ട്. അതായത് സമയം ടൈം 2 സെക്കൻഡ് 4 സെക്കൻഡ് 6 സെക്കൻഡ് ഇങ്ങനെ ടൈം ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് അതിന്റെ പൊസിഷൻ 0 മീറ്റർ 4 മീറ്റർ 8 മീറ്റർ 12 മീറ്റർ എന്നിങ്ങനെ തന്നിട്ടുണ്ട്. സോ നമ്മളോട് എന്താ ചോദിച്ചിട്ടുള്ളത്, യൂസിങ് ദ ഡാറ്റ ഇൻ ദ ടേബിളിൽ തന്നിട്ടുള്ള ഡാറ്റ അനുസരിച്ച് സജസ്റ്റ് എ സ്യൂട്ടബിൾ സ്കെയിൽ ഫോർ ഡ്രോയിങ് ദ പൊസിഷൻ ടൈം ഗ്രാഫ്. സോ ഒരു പൊസിഷൻ ടൈം ഗ്രാഫ് വരയ്ക്കാൻ സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്കെയിലാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ചെയ്യാന്ന്. സോ നമ്മൾ എക്സ് ആക്സിസിൽ എന്തെടുക്കുന്നു, ടൈം എടുക്കുന്നു. സോ ഞാൻ ഗ്രാഫ് ഇവിടെയാണ് പ്ലോട്ട് ചെയ്യുന്നത്. ഇവിടെയാണ് പ്ലോട്ട് ചെയ്യുന്നത്. സോ ഞാൻ ഇതൊരു ഗ്രാഫിക്കൽ പേപ്പറാണ് എടുക്കുന്നത്. സോ ഇവിടെ ടൈം എടുക്കുന്നു. വൈ ആക്സിസിൽ ഞാൻ എന്താണ് പൊസിഷൻ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ പൊസിഷൻ എടുക്കുന്നു. സോ ഞാൻ നോക്കിയാൽ ഇവിടെ എന്താണ് ടൈം 2 സെക്കൻഡ് വെച്ചാൽ കൂടുന്നത്, 2 4 6 എന്ന് വെച്ചാൽ കൂടുന്നത്. സോ ഇതിൽ ഒരു ഗ്രാഫിലെ എക്സ് ആക്സിസിൽ ഗ്രാഫിൽ 1 സെന്റിമീറ്റർ ലെങ്ത്തിന് ഞാൻ എന്തെടുത്തു, 2 സെക്കൻഡ്സ് എന്നെടുത്തു. 2 സെക്കൻഡ് വെച്ചാൽ കൂടുന്നത്. എനിക്ക് 1 സെക്കൻഡോ 3 സെക്കൻഡോ 5 സെക്കൻഡോ ഒന്നും ഇല്ല, 2 4 6 എന്നുള്ള ഓർഡറിലാണ് പോകുന്നത്. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം, ഒരു ഗ്രാഫിന് ഒരു സെന്റിമീറ്റർ സ്ക്വയർ 1 സെന്റിമീറ്റർ ലെങ്ത്തിന് എനിക്ക് എന്തെടുക്കാം, 2 സെക്കൻഡ്സ് എന്നെടുക്കാം. സോ ഞാൻ ഇവിടെ എക്സ് ആക്സിസിന്റെ സ്കെയിൽ എന്താ എടുത്തത്, 2 സെക്കൻഡ്സ് 1 സെന്റിമീറ്റർ ഈക്വൽ 2 സെക്കൻഡ്സ്. ഇനി ഞാൻ വൈ ആക്സിസ് എടുത്താൽ വൈ ആക്സിസിൽ ഞാൻ ആരാ മാർക്ക് ചെയ്യുക, പൊസിഷനെയാണ് മാർക്ക് ചെയ്യുക. അതായത് ഈ ഡിസ്പ്ലേസ്മെന്റിനെയാണ് മാർക്ക് ചെയ്യുക. സോ ഡിസ്പ്ലേസ്മെന്റ് നോക്കിയാൽ 0 4 8 12 അതായത് 4 വെച്ചാണ് എന്ത് ചെയ്യുന്നത്, അത് കൂടി വരുന്നത് അല്ലേ. സോ എനിക്ക് ഇവിടെ 3 2 അല്ലെങ്കിൽ 5 6 7 എന്നുള്ള വാല്യൂസ് ഒന്നും മാർക്ക് ചെയ്യണ്ട. എനിക്ക് 4 8 12 എന്നുള്ള വാല്യൂസ് മാത്രം മാർക്ക് ചെയ്താൽ മതി. സോ ഞാൻ വൈ ആക്സിസിൽ 1 സെന്റിമീറ്റർ ലെങ്ത്തിന് എന്തായിട്ടാണ് എടുക്കുന്നത്, 4 മീറ്റേഴ്സ്. സോ ഇതാണ് എന്ത് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്കെയിൽ എന്ന് പറയുന്നത്. സോ നമുക്ക് കുറച്ചുകൂടെ സ്കെയിൽ അപ്പ് ചെയ്താൽ കുറച്ചുകൂടെ വലിയ ഗ്രാഫ് കിട്ടുന്നേ ഉള്ളൂ. പക്ഷെ നമുക്കിപ്പോൾ തന്നിട്ടുള്ള വാല്യൂ വെച്ച് നമുക്ക് ഈസിലി വരയ്ക്കാവുന്ന ഒരു ഗ്രാഫാണ് എന്താ, ഈ വാല്യൂസ് ഈസിലി വരയ്ക്കാവുന്ന ഒരു സ്കെയിലാണത്. അതായത് എക്സ് ആക്സിസിൽ 1 സെന്റിമീറ്റർ ലെങ്ത്തിന് ഞാൻ 2 സെക്കൻഡ് ആയിട്ട് എടുത്തു. സോ ഇവിടെ 2 സെക്കൻഡ് വരും, ഇവിടെ 0, ഇവിടെ 4 സെക്കൻഡ് വരും, ഇവിടെ 6 സെക്കൻഡ് വരും. ഇനി ഞാൻ വൈ ആക്സിസിൽ എന്തെടുത്തു, 1 സെന്റിമീറ്റർ ലെങ്ത്തിന് 4 മീറ്റർ ആയിട്ട് എടുത്തു. സോ 0 4 8 12 ആണല്ലോ അല്ലേ. സോ ഇത് 4 മീറ്റർ, ഇത് 8 മീറ്റർ, ഇത് 12 മീറ്റർ. സോ ടൈം സെക്കൻഡിലാണ്, അതുപോലെ പൊസിഷൻ എന്തിലാണ്, മീറ്റേഴ്സിലാണ്. ഓക്കെ, ഇനി ഫസ്റ്റ് നമ്മൾ സ്കെയിൽ എന്താണെന്ന് പറഞ്ഞു. ഇനി എന്താണ്, ഡ്രോ ദ പൊസിഷൻ ടൈം ഗ്രാഫ് ഇൻ ദ ഗിവൺ ഗ്രാഫ് പേപ്പർ. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഗ്രാഫ് പേപ്പർ പ്രൊവൈഡ് ചെയ്യും. സോ അതിലെന്ത് ചെയ്യാം, പൊസിഷൻ ടൈം ഗ്രാഫ് വരയ്ക്കാം. സോ ഇവിടെ പൊസിഷൻ 2 സെക്കൻഡിൽ 4 ആണ് പൊസിഷൻ. സോ 2 സെക്കൻഡ് ആകുമ്പോൾ ഇതാണ് പൊസിഷൻ 4. അതുപോലെ 4 സെക്കൻഡ് ആകുമ്പോൾ 8 ആണ് പൊസിഷൻ. 4 സെക്കൻഡ് ആകുമ്പോൾ 8 ആണ് പൊസിഷൻ. അതുപോലെ 6 സെക്കൻഡ് ആകുമ്പോൾ എന്താണ് 12 എന്നാണ് പൊസിഷൻ ഉള്ളത് അല്ലേ. സോ 0 സെക്കൻഡിൽ 0 ആണ് പൊസിഷൻ. സോ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ പോയിന്റ്സ് ഒക്കെ ജോയിൻ ചെയ്ത് വരച്ചാൽ മതി. സോ ഇതാണ് നമ്മൾ പ്ലോട്ട് ചെയ്തിട്ടുള്ള നമ്മളെ സ്കെയിൽ അനുസരിച്ചുള്ള പൊസിഷൻ ടൈം ഗ്രാഫ്. സോ നിങ്ങൾ ഇനി 1 സെക്കൻഡ് വെച്ചാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ടാവും, ഒരു 6 കോളം ഉണ്ട് അല്ലെ, 1 2 3 4 5 6 എന്ന് വരയ്ക്കേണ്ടി വരും. ഇനി ഇവിടെ നിങ്ങൾ 1 മീറ്റർ വെച്ചാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ 12 സെന്റിമീറ്റർ 12 കോളംസ് 12 റോസ് വരയ്ക്കേണ്ടി വരും. സോ നിങ്ങൾക്ക് സ്കെയിൽ ചെയ്യുന്ന അനുസരിച്ച് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് ഗ്രാഫ് വരയ്ക്കാൻ പറ്റും. ഇനി മൂന്നാമത്തെ നോക്കാം, അനലൈസ് ദ ഗ്രാഫ് ആൻഡ് റൈറ്റ് ഡൗൺ ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ദ മോഷൻ ഓഫ് ദ ഒബ്ജക്ട്. സോ ഗ്രാഫ് നോക്കിയിട്ട് ഈ ഒബ്ജക്ട് യൂണിഫോം മോഷനിലാണോ നോൺ യൂണിഫോം മോഷനിലാണോ എന്ന് പറയണം. സോ നമുക്ക് ഗ്രാഫ് നോക്കിയാൽ അറിയാം എന്താണ്, നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫാണ്. അതുപോലെ എന്താണ് ടൈം അനുസരിച്ച് ഡിസ്പ്ലേസ്മെന്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ നോക്കിയാൽ അറിയാം ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ് അല്ലേ. അതായത് ഒരു 2 4 ആണ്, 4 8 ആണ്, 6 12 ആണ്. അതായത് 2 സെക്കൻഡിൽ 4 മീറ്റർ പോകുന്നുണ്ട്. അതായത് 1 സെക്കൻഡിൽ 2 മീറ്റർ വെച്ച് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പം 2 സെക്കൻഡിൽ 4 ആയിരിക്കും, 4 സെക്കൻഡിൽ 8 ആയിരിക്കും, 6 സെക്കൻഡിൽ 12 ആയിരിക്കും. സോ ഇതെന്താണ്, ഒരു യൂണിഫോം മോഷൻ ആണ്. യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ സെയിം വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, യൂണിഫോം മോഷൻ ആണെന്ന് പറയാൻ പറ്റും. സോ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് എ കാർ ഇസ് ഗിവൺ. സോ നമുക്ക് ഇവിടെ ഒരു ഗ്രാഫ് വന്നിട്ടുണ്ട്. ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ കാർ ഇൻ 6 സെക്കൻഡ്. 6 സെക്കൻഡിൽ ഇത് എത്ര ദൂരം കവർ ചെയ്തു എന്നാണ് ചോദിക്കുന്നത്. 10 40 30 50 ഇത്രയും മീറ്റേഴ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്കിവിടെ ടൈം ഇൻ സെക്കൻഡ്സിൽ ഇവിടെ 2 സെക്കൻഡ്. സോ നമ്മളിവിടെ ശ്രദ്ധിച്ചാൽ ഇവിടെ 2 സെക്കൻഡ്, ഇവിടെ 4, ഇവിടെ 6, ഇവിടെ 8. ഇവിടെ ടൈം സെക്കൻഡ്സിലാണ് കൊടുത്തിട്ടുള്ളത്. ഇത് 10.
അതുപോലെ നമുക്കിവിടെ പൊസിഷൻ അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് എന്തിലാണ് മീറ്ററിലാണ് കൊടുത്തിട്ടുള്ളത്. സോ ഇവിടെ 10, 20, 30, 40, 50 എന്നാണ് നമുക്കിവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. സോ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് 6 സെക്കൻഡിൽ എത്രയാണ് ഡിസ്റ്റൻസ് എന്ന്. സോ നമ്മൾ എന്ത് ചെയ്യുക, 6 സെക്കൻഡ് എടുക്കുക. ഇതാണ് 6 സെക്കൻഡ്. സോ എന്നിട്ട് നമ്മൾ ഗ്രാഫിലേക്ക് നോക്കിയാൽ ഇവിടുന്ന് ഗ്രാഫിലേക്ക് മേലേക്ക് വരച്ചാൽ ആൻഡ് ഇത് വൈ ആക്സിസിലേക്ക് മീറ്റ് ചെയ്യുന്നത് എവിടെയാണ്, 30-ലാണ് അല്ലേ. സോ 30 മീറ്റർ ആണ് 6 സെക്കൻഡ്സിൽ നമ്മളുടെ ഗ്രാഫിൻ്റെ എന്ത് ഡിസ്പ്ലേസ്മെൻറ്റ്. 6 സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്, 30 മീറ്റേഴ്സാണ്. സോ ഇൻ കേസ് നിങ്ങൾക്ക് തന്നിട്ടുള്ള ഗ്രാഫ് പേപ്പറിൽ നിങ്ങൾക്ക് വാല്യൂ അല്ലെങ്കിൽ മീറ്ററിലാണോ എന്നുള്ള കാര്യം കറക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ എക്സാം ഹാളിൽ ചോദിക്കണം. അതായത് ഇതെന്താണ് മീറ്റേഴ്സിൽ തന്നെയാണോ തന്നിട്ടുള്ളത്, അതുപോലെ ഇത് സെക്കൻഡ്സിലാണോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. സോ ഇവിടെ 6 സെക്കൻഡ്സിൽ എത്രയാണ്, 30 മീറ്റേഴ്സ് ആണ് എന്തുള്ളത്, ഡിസ്പ്ലേസ്മെൻറ്റ് ഉള്ളത്. സോ ആൻസർ ഇസ് 30 മീറ്റേഴ്സ് അല്ലേ. യെസ്, 30 മീറ്റേഴ്സ്. സോ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ കാർ സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് ട്രാവൽസ് 100 meter in 5 seconds വിത്ത് യൂണിഫോം ആക്സിലറേഷൻ. ഫൈൻഡ് ദ ആക്സിലറേഷൻ ഓഫ് ദ കാർ. സോ ഒരു കാറ് സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ്. സോ ഒരു കാറ് റെസ്റ്റിൽ നിന്ന് തുടങ്ങി ഒരു സർട്ടൈൻ സ്പീഡിലേക്ക് എത്തി. സോ നമുക്കിവിടെ തന്നിട്ടുള്ള എന്താണ്, ഇനീഷ്യൽ വെലോസിറ്റി നമുക്ക് 0 എന്ന് എഴുതാം. റെസ്റ്റിലാണ് തുടങ്ങുന്നത്. അതുപോലെ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു, 100 meter ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഇനി എന്താ ഉള്ളത്, ആൻഡ് ഇൻ 5 seconds ടൈം എത്രയാണ്, 5 സെക്കൻഡാണ് ടൈം ഉള്ളത്. സോ നമുക്കിവിടെ യു ഉണ്ട്, എസ് ഉണ്ട്, ടി ഉണ്ട്, എ കണ്ടുപിടിക്കണം അല്ലേ. സോ ഇത് നാലുള്ള ഇക്വേഷൻ ഏതാ നമ്മൾ യൂസ് ചെയ്യുക, എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. സോ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് 100 ആണെന്ന് അറിയാം. 100 ഈസ് ഈക്വൽ ടു യു, ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ് അല്ലേ. അപ്പോൾ യു ഇൻറ്റു ടി, യു ഇൻറ്റു ടൈം ചെയ്ത് എന്താ കിട്ടുക, 0 കിട്ടുക. സോ 0 പ്ലസ് ഹാഫ് ഇൻറ്റു എ ഇൻറ്റു ടൈം സ്ക്വയർ. ടൈം എത്രയാണ്, 5 ആണ്. 5 ഇൻറ്റു 5. ഓക്കെ, സോ 100 ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എ ഇൻറ്റു 25 എന്ന് കിട്ടും. സോ നമ്മളിവിടെ കട്ട് ചെയ്താൽ 25 100ഉം കട്ട് ചെയ്താൽ നമുക്കിവിടെ 4 എഴുതാം അല്ലെ. ഇത് 4 ഇൻറ്റു 25 ആണ്. സോ 100 ഈസ് 4 ഇൻറ്റു 25. സോ 25 കട്ട് ചെയ്താൽ നമുക്കിവിടെ 4 ഉണ്ടാവും. സോ നമുക്കിവിടെ എന്ത് എഴുതാം, എ ഈസ് ഈക്വൽ ടു, ഇവിടെ 4 ഉണ്ട്, ഹാഫ് ഇങ്ങോട്ട് വന്നാൽ 2 അല്ലെ, 2 ഇൻറ്റു 4 ദാറ്റ് ഈസ് എ ഈസ് ഈക്വൽ ടു 8 meter per second square. സോ ആക്സലറേഷൻ നമുക്ക് ഇവിടെ എത്ര കിട്ടുന്നത്, 8 meter per second square ആണ് ആക്സലറേഷൻ കിട്ടുന്നത്. സോ നമ്മളിവിടെ എന്താ യൂസ് ചെയ്തിട്ടുള്ളത്, നമ്മൾ യു എസ് ടി എന്നുള്ള ടേംസ് ആണ് നമുക്കുള്ളതെന്ന് മനസ്സിലായി, എ ആണ് കണ്ടുപിടിക്കേണ്ടതെന്ന് മനസ്സിലായി. സോ നമ്മൾ ഇത് 4 ഇക്വേഷൻ ഏതാണ്, എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. എസ് 100 എടുത്തു, ഹാഫ് ഇൻറ്റു എ ഇൻറ്റു ടി സ്ക്വയർ, 5 square is 25. സോ 100 25 കട്ട് ചെയ്താൽ 4 വരും. 4 ഇൻറ്റു 2 8 meter per second square. യൂണിറ്റ് എപ്പോഴും ശ്രദ്ധിക്കണം, നമുക്ക് മീറ്ററിലും സെക്കൻഡ്സിലൊക്കെയാണ് തന്നിട്ടുള്ളെങ്കിൽ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിലായിരിക്കും നമുക്ക് ആക്സലറേഷൻ കിട്ടുക. സോ ആൻസർ ഇസ് 8 meter per second square. സോ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ കാർ ട്രാവലിംഗ് വിത്ത് 20 meter per second വെലോസിറ്റി കംസ് ടു റെസ്റ്റ്. സോ ഒരു കാർ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇനീഷ്യൽ വെലോസിറ്റി 20 meter per second ആണ്, അത് വന്ന് റെസ്റ്റിലെത്തി. സോ അത് സ്റ്റോപ്പ് ചെയ്താൽ ഫൈനൽ വെലോസിറ്റി എന്തായിരിക്കും, 0 meter per second. ആൻഡ് വെൻ ബ്രേക്ക് അപ്ലൈസ് ഫോർ 8 seconds, അതായത് 8 സെക്കൻഡിന് ആണ് എന്ത് ചെയ്തത്, ബ്രേക്ക് അപ്ലൈ ചെയ്തത്. അതായത് ഒരു 20 meter per second പോകുന്ന കാറ് ബ്രേക്ക് ചെയ്തു, എന്ത് ചെയ്തു, 8 സെക്കൻഡ് കഴിഞ്ഞ് സ്റ്റോപ്പ് ചെയ്തു. വാട്ട് ഈസ് ദ ഫൈനൽ വെലോസിറ്റി ഓഫ് ദ കാർ. ഈസി ക്വസ്റ്റ്യൻ ആണ് അല്ലേ. വാട്ട് ഈസ് ദ ഫൈനൽ വെലോസിറ്റി ഓഫ് ദ കാർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വന്ന് റെസ്റ്റിൽ നിന്നു അല്ലേ. സോ 0 ആണ് ഫൈനൽ വെലോസിറ്റി. ഫൈൻഡ് ദ റിട്ടാർഡേഷൻ ഓഫ് ദ കാർ. സോ റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നെഗറ്റീവ് ആക്സലറേഷൻ, അതായത് എങ്ങനെയാണ് സ്ലോ ഡൗൺ ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ്. സോ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ റേറ്റിനാണ് നമ്മൾ എന്ത് പറയുക, ആക്സലറേഷൻ എന്ന് പറയാം. സോ വെലോസിറ്റി സ്ലോ ഡൗൺ ചെയ്ത് ഡിക്രീസ് ചെയ്ത റേറ്റിനാണ് നമ്മൾ റിട്ടാർഡേഷൻ എന്ന് പറയുക. സോ നമുക്കിവിടെ എന്ത് യൂസ് ചെയ്യാം, ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി. സോ ഫൈനൽ വെലോസിറ്റി 0, ഇനീഷ്യൽ വെലോസിറ്റി 20, ടൈം എത്രയാണ്, 8 seconds. സോ മൈനസ് 20/8. സോ നമ്മളിതിനെ സിംപ്ലിഫൈ ചെയ്താൽ -10/4 എന്ന് എഴുതാം, അല്ലെങ്കിൽ -5/2 എന്ന് എഴുതാം. സോ -5/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്, ആക്സലറേഷൻ വിൽ ബി -2.5 meter per second square. സോ ഇത് ആക്സലറേഷൻ ആണ്. നമ്മളോട് എന്താ ചോദിച്ചത്, റിട്ടാർഡേഷനാണ് ചോദിച്ചിട്ടുള്ളത്. സോ റിട്ടാർഡേഷൻ എന്താണ്, ഇതിന്റെ നെഗറ്റീവ് എടുത്താൽ മതി അല്ലേ, 2.5 meter per second square. സോ റിട്ടാർഡേഷൻ ഈസ് 2.5 meter per second square. അതുപോലെ ഫൈനൽ വെലോസിറ്റി എത്രയാണ്, 0 meter per second. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 3 different graphs related to motion of a vehicle are given below. Analyze the graph and find the characteristic of the motion. സോ ഇവിടെ നമ്മൾ നോക്കിയാൽ ഫസ്റ്റ് ഓപ്ഷനിൽ
വെലോസിറ്റി ടൈം ഗ്രാഫാണ് അല്ലെ, വെലോസിറ്റി ടൈം ഗ്രാഫാണ്. സോ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ട്, 3 കേസിലും വെലോസിറ്റി മാറുന്നുണ്ട്. സോ നമുക്കൊരു യൂണിഫോം മോഷൻ ആണെന്ന് പറയാൻ പറ്റില്ല. സോ ഇവിടെ എന്താണ്, വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിട്ട് ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു സ്ട്രേറ്റ് ലൈനാണ് തന്നിട്ടുള്ളത്. സോ ഇവിടെ എന്താണ്, യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ ആണ്, ആക്സലറേറ്റഡ് മോഷൻ. സോ ഇവിടെ എന്താണ്, ആക്സലറേഷൻ കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, സോ ഇവിടെ എന്താണ്, റിട്ടാർഡേഷൻ ആണ് അല്ലെ. നമ്മൾ ഈ ഗ്രാഫിന്റെ നേരെ തിരിച്ചിട്ടുള്ള ഗ്രാഫാണ്. വെലോസിറ്റി കുറഞ്ഞു വരികയാണ്, യൂണിഫോം ആയിട്ട് കുറഞ്ഞു വരികയാണ്. ഇതൊരു യൂണിഫോംലി ആക്സലറേറ്റഡ് അല്ലെങ്കിൽ റിട്ടാർഡേഷൻ ആണെന്ന് പറയാം, അല്ലെങ്കിൽ റിട്ടാർഡേഷൻ എന്താണ്, കോൺസ്റ്റന്റ് ആണെന്ന് പറയാം. യെസ്, സോ നമുക്ക് റിട്ടാർഡേഷൻ എന്താണെന്ന് പറയാം, റിട്ടാർഡേഷൻ ഇസ് കോൺസ്റ്റന്റ്. സോ ഇതൊരു യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ ആണ്, അല്ലെങ്കിൽ നെഗറ്റീവ് ആക്സലറേഷൻ ആണെന്ന് പറയാം. ഇനി നമ്മുടെ മൂന്നാമത്തെ ഗ്രാഫ് നോക്കിയാൽ എന്താണ്, വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ഡിക്രീസ് ചെയ്യുന്നുണ്ട്, പിന്നെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, പിന്നെയും ഡിക്രീസ് ചെയ്യുന്നുണ്ട്. സോ ഇതെന്താണ്, നോൺ യൂണിഫോം മോഷൻ ആണ്, നോൺ യൂണിഫോം മോഷൻ. യെസ്, സോ ഇവിടെ ഗ്രാഫിൽ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് ആണോ വെലോസിറ്റി ആണോ എന്ന് ശ്രദ്ധിക്കണം. ഇവിടെ വെലോസിറ്റി ആണ്, സോ വെലോസിറ്റി ചേഞ്ചിങ് ആണ്. അപ്പോൾ നമുക്ക് യൂണിഫോം മോഷൻ എന്ന് പറയാൻ പറ്റില്ല. എന്താണ്, ആക്സലറേഷൻ ഉണ്ട്, പക്ഷേ യൂണിഫോംലി ആക്സലറേറ്റഡ് ആണ് അല്ലെ, സെയിം ആക്സലറേഷൻ ആണ്, ഇവിടെ സെയിം റിട്ടാർഡേഷൻ ആണ്. ഇതൊരു നോൺ യൂണിഫോം മോഷൻ ആണ്. സോ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ഇറ്റ് ഈസ് നോട്ട് സേഫ് ഫോർ പെഡസ്ട്രിയൻസ് ടു വെയർ ഡാർക്ക് കളേർഡ് ക്ലോത്ത്സ് അറ്റ് നൈറ്റ് ആൻഡ് ഇൻ കണ്ടീഷൻസ് വിത്ത് ഡിം ലൈറ്റ്. അതായത് ചെറിയ ലൈറ്റ് ഉള്ള സമയത്തോ അല്ലെങ്കിൽ ഡാർക്ക്, അതായത് നൈറ്റ് സമയത്തോ ഒക്കെ ഡാർക്ക് കളേർഡ്, അതായത് കറുത്ത നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത് നല്ലതല്ല എന്നാണ് പറയുന്നത്. പെഡസ്ട്രിയൻസ്, അതായത് റോഡിൽ നമ്മൾ നടക്കുന്ന ആൾക്കാരാണെങ്കിൽ എന്താണ്, ഡാർക്ക് കളേർഡ് ക്ലോത്ത്സ് യൂസ് ചെയ്തെന്നാണ് പറഞ്ഞത്. സ്കൂൾ അതോറിറ്റി ഡിസൈഡഡ് ടു ചൂസ് ഡാർക്ക് കളേർഡ് യൂണിഫോം ഫോർ യുവർ സ്കൂൾ. സോ നിങ്ങളുടെ സ്കൂൾ അതോറിറ്റി എന്താണ്, ഒരു ഡാർക്ക് യൂണിഫോം ആണ് നിങ്ങൾക്ക് ചൂസ് ചെയ്തതെന്ന് വിചാരിക്കുക. റെക്കോർഡ് യുവർ റെസ്പോൺസ് ടു ദിസ് ഡിസിഷൻ. ഇതിനെ പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്, ആൻഡ് ജസ്റ്റിഫൈ ദ ആൻസർ എന്നാണ് പറയുന്നത്. റെസ്പെക്ട് ടു റോഡ് സേഫ്റ്റി. സോ റോഡ് സേഫ്റ്റിയിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്താ, റോഡിലൂടെ യാത്ര ചെയ്യുന്ന വാഹനങ്ങൾക്ക് കാൽനട ആയിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യാൻ പറ്റണം, കറക്റ്റായിട്ട് കാണാൻ പറ്റണം, വിസിബിൾ ആയിരിക്കണം. സോ ഇപ്പോൾ ഒരു കറുത്ത വസ്ത്രം ധരിച്ചിട്ടുള്ള ഒരാളാണ്, അതായത് ഒരു ഡിം ലൈറ്റിൽ ഒരു ഈവനിങ്ങോ അല്ലെങ്കിൽ നൈറ്റോ ആണ് നടക്കുന്നതെങ്കിൽ ഡാർക്ക് ക്ലോത്ത്സ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഡാർക്ക് ക്ലോത്ത്സ് ലൈറ്റിനെ അധികം റിഫ്ലക്റ്റ് ചെയ്യില്ല. സോ നമുക്കത് കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡാർക്ക് ക്ലോത്ത്സ് യൂസ് ചെയ്യരുതെന്ന് പറയുന്നത്. സോ ഒരു സ്കൂൾ അതോറിറ്റി എന്താണ്, ഡാർക്ക് യൂണിഫോം ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് ഇതിൽ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുക, നമുക്ക് 1-2 പോയിന്റ്സ് ഈ ക്വസ്റ്റനിൽ എന്താണ് എഴുതാൻ പറ്റുക, നമുക്ക് പറയാം എന്താണ്, ലൈറ്റ് കളേർഡ് ക്ലോത്ത്സ് യൂസ് ചെയ്യണം. സോ എന്തുകൊണ്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് എന്താണ്, റിഫ്ലക്ട് ചെയ്യാൻ പറ്റുന്ന കളേഴ്സ് യൂസ് ചെയ്യണം. അതായത് ഡാർക്ക് കളേർഡ് ക്ലോത്ത്സ് ആണെങ്കിൽ വെളിച്ചധികം റിഫ്ലക്ട് ചെയ്യില്ല. സോ റോഡിലൂടെ യാത്ര ചെയ്യുന്ന വാഹനങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എളുപ്പത്തിൽ ആൾക്കാരെ കാണാൻ പറ്റില്ല. ഇൻ കേസ് ഒരു സ്കൂളിൽ എന്താണ്, ഒരു ഡാർക്ക് കളേർഡ് ഉള്ള പാറ്റേണിൽ തന്നെ യൂസ് ചെയ്യണമെങ്കിൽ അതിലെന്ത് ചെയ്യുക, സ്ട്രൈപ്സ് എന്തെങ്കിലും കൊടുക്കാൻ പറയാം. അതായത് നമ്മൾ ലൈറ്റ് ഈസിലി കാണാൻ പറ്റുന്ന വൈറ്റ് കളേർഡിലായിട്ടുള്ള സ്ട്രൈപ്സോ അങ്ങനെ എന്തെങ്കിലും കളേഴ്സ് ഒക്കെ കൊടുക്കാൻ പറയും. സോ ഇതൊരു ജസ്റ്റ് തിയറി ക്വസ്റ്റൻ ആണ്, നിങ്ങൾ 2-3 പോയിന്റ്സ് എഴുതിയാൽ മതി. ബേസിക് ആയിട്ട് ഡാർക്ക് കളർ എന്ത് ചെയ്യില്ല, റിഫ്ലക്ട് ചെയ്യില്ല, അധികം ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യില്ല. സോ ഒരു ലൈറ്റ് കളേർഡ് ആണ് പ്രിഫർ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നോട്ട് ഡൗൺ ചെയ്യാം. സോ നമ്മുടെ അടുത്ത ചോദ്യം നോക്കാം. മോഷൻ ഓഫ് എ കാർ is shown in the diagram. സോ ഒരു കാറിന്റെ മോഷൻ തന്നിട്ടുണ്ട്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ കാർ ബിറ്റ്വീൻ ബി ആൻഡ് സി. ബി മുതൽ സി വരെ എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തിട്ടുണ്ടെന്നാണ് ചോദിക്കുന്നത്. സോ ഇതാണ് പോയിന്റ് ബി, ഇതാണ് പോയിന്റ് സി. സോ ബി മുതൽ സി വരെ നോക്കിയാൽ 5 മീറ്റർ മുതൽ 25 മീറ്റർ വരെയാണ് ട്രാവൽ ചെയ്തിട്ടുള്ളത്. സോ എത്രയായിരിക്കും, 25 - 5 അല്ലേ, അതായത് 20 മീറ്റേഴ്സ് ആയിരിക്കും ഇവിടെ എന്ത് ചെയ്യുക, ബി ടു സി ട്രാവൽ ചെയ്തിട്ടുണ്ടാവുക. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ എയുടെ ആൻസർ 20 മീറ്റേഴ്സ് ആണ്. ബി നോക്കാം, ഫൈൻഡ് ദ വെലോസിറ്റി ഓഫ് ദ കാർ ഡ്യൂറിങ് ദിസ് പീരീഡ്. സോ ഈ സമയത്തുള്ള വെലോസിറ്റി ചോദിച്ചിട്ടുള്ളത്. സോ അവിടെ ഉള്ള ഒരു ആവറേജ് വെലോസിറ്റി നമ്മൾ എടുക്കുകയാണെങ്കിൽ എത്രയാണ്, ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലെങ്കിൽ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. സോ 5 മുതൽ 25 വരെ ട്രാവൽ ചെയ്യുമ്പോൾ 25 - 5 ഇത്രയും ഡിസ്റ്റൻസ് ആണ് ട്രാവൽ ചെയ്തിട്ടുള്ളത്. അതിന് എത്ര ടൈം ഉണ്ട്, 2 സെക്കൻഡ് മുതൽ 4 സെക്കൻഡ് വരെ അല്ലേ, 4 - 2, അതായത് 20 മീറ്റേഴ്സ് ആണ് ട്രാവൽ ചെയ്തിട്ടുള്ളത്. എത്ര ടൈം എടുത്തു, 2 സെക്കൻഡ് എടുത്തു. സോ സ്പീഡ് എത്രയായിരിക്കും, 10 m/s ആയിരിക്കും. ഓക്കെ, സോ മൂന്നാമത്തെ ഓപ്ഷൻ നോക്കാം. എമംഗ് ദ ഫോളോയിങ് which are the time interval where car travels in uniform velocity. So 0 മുതൽ 2 വരെ, 2 മുതൽ 4 വരെ, 4 മുതൽ 6 വരെയുള്ള 3 കേസ് വന്നിട്ടുണ്ട്. സോ ഇതിൽ ഏതിലാണ് യൂണിഫോം വെലോസിറ്റി ഉള്ളത്, അല്ലെങ്കിൽ ഈക്വലന്റ് വെലോസിറ്റി എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ ഈ 3 കേസിലുള്ള വെലോസിറ്റീസ് നമുക്ക് കണ്ടുപിടിക്കാം. സോ 0 മുതൽ 2 സെക്കൻഡ് വരെയുള്ള വെലോസിറ്റി എത്രയാണ്, 5 m/2 സെക്കൻഡ് ആണ് അല്ലേ, 5 m/2 സെക്കൻഡ്, അതായത് 2.5 m/s ആണ് വെലോസിറ്റി. ഇനി
2 സെക്കൻഡ് മുതൽ 4 സെക്കൻഡ് വരെ എന്താണ് 2 മുതൽ 4 വരെ എന്താണ് 20 മീറ്റർ ട്രാവൽ ചെയ്യുന്നുണ്ട് 2 സെക്കൻഡ്. അത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു അല്ലേ. 10 മീറ്റർ പെർ സെക്കൻഡ് ആണ് ഇവിടെ വെലോസിറ്റി, ആവറേജ് വെലോസിറ്റി. അതുപോലെ 4 സെക്കൻഡ് മുതൽ 6 സെക്കൻഡ് വരെ പോവുകയാണെങ്കിൽ 4 മുതൽ 6 വരെ പോവുകയാണെങ്കിൽ എന്താണ് 5 മീറ്റർ 25 മുതൽ 30 വരെ 5 മീറ്റർ ആണ് ട്രാവൽ ചെയ്യുന്നത്. അതുപോലെ 4 സെക്കൻഡ് മുതൽ 6 സെക്കൻഡ് വരെ 2 സെക്കൻഡ് ആണ് ട്രാവൽ ചെയ്യുന്നത്. സോ 5 മീറ്റർ പെർ 2 സെക്കൻഡ്, വീണ്ടും എന്താണ് 2.5 മീറ്റർ പെർ സെക്കൻഡ്. സോ ഈ തന്നിട്ടുള്ള ടൈം ഇന്റർവെൽസിൽ കാർ ട്രാവൽസിന് യൂണിഫോം വെലോസിറ്റി, അതായത് ഈ തന്നിട്ടുള്ളതിൽ സെയിം ആയിട്ടുള്ള ആവറേജ് വെലോസിറ്റി ഏതാണെന്ന് നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യുക. 0 മുതൽ 2 വരെ 4 മുതൽ 6 വരെ എന്താണ് സെയിം ആവറേജ് വെലോസിറ്റി ആണ്. അതുപോലെ 2 to 4 എന്താണ് ഒരു ഡിഫറെൻറ്റ് വെലോസിറ്റി ആണ്. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റീറൈറ്റ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ബൈ ചേഞ്ചിങ് ദ അണ്ടർലൈൻഡ് വേർഡ്സ് ഇഫ് ദേ ആർ റോങ്. സോ ഇതിൽ തന്നിട്ടുള്ളത് തെറ്റുണ്ടെങ്കിൽ എന്താ ചെയ്യുക, തിരുത്തി എഴുതാൻ പറയാം. ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗിവ്സ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ആക്സലറേഷൻ. സോ ഒരു വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഒരു ഏരിയ നമ്മൾ എടുത്താൽ നമുക്ക് എന്താണ് കിട്ടുക, ഡിസ്പ്ലേസ്മെന്റ് ആണല്ലേ കിട്ടുക. ഡിസ്പ്ലേസ്മെന്റ് ആണ് കിട്ടുക, മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. സോ ഇതിലുള്ള തെറ്റെന്താണ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് എന്നതിനെ മാറ്റി എഴുതാം. ആക്സലറേഷൻ മാറ്റിയിട്ട് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. സോ എന്റെ ആൻസർ എന്താണ്, ഏരിയ അണ്ടർ ബി ടി ഗ്രാഫ് ഇസ് ഡിസ്പ്ലേസ്മെന്റ്. സെക്കൻഡ് ഓപ്ഷൻ നോക്കാം. സൈസ് ഓഫ് ദ ഗ്രാഫ് ഡിക്രീസസ് ആസ് വി ഡിക്രീസ് ദ സ്കെയിൽ കൺസിഡേർഡ് ബട്ട് വാല്യൂസ് ഡസ് നോട്ട് ചേഞ്ച്. സോ ഒരു ഗ്രാഫിൽ ഞാൻ എടുക്കുകയാണ്, 1 സെന്റിമീറ്റർ ലെങ്ത്തിന് ഞാൻ 100 മീറ്റർ ആയിട്ട് എടുക്കുകയാണ്. സോ എനിക്ക് ഈ ഗ്രാഫിൽ ഓരോ സെന്റിമീറ്ററിന് എന്ത് ചെയ്യാൻ പറ്റും, 100 മീറ്റേഴ്സ് എന്നെടുക്കാം. ഇനി ഗ്രാഫ് ഞാൻ ഡിക്രീസ് ചെയ്യാം. ആസ് വി ഡിക്രീസ് ദ സ്കെയിൽ, ഞാൻ ഇതിന്റെ സ്കെയിൽ കുറച്ചുകൊണ്ട് വന്നു. 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഞാൻ 1 മീറ്റർ ആയിട്ട് എടുത്തു. അപ്പൊ എനിക്ക് 100 മീറ്റർ മാർക്ക് ചെയ്യണേ എന്ത് വേണം, 100 സെന്റിമീറ്റേഴ്സ് കഴിയണം അല്ലേ. സോ നമ്മൾ ഗ്രാഫിന്റെ സ്കെയിൽ കുറച്ച് കൊണ്ടുവന്നാൽ ഗ്രാഫിന്റെ സൈസ് എന്താ ചെയ്യുക, ഇൻക്രീസ് ചെയ്ത് വരിക. സോ സൈസ് ഓഫ് ഗ്രാഫ് ഡിക്രീസസ് അല്ല ഇൻക്രീസസ് എന്ന് എഴുതണം. ഇൻക്രീസസ് ആസ് വി ഡിക്രീസ് ദ സ്കെയിൽ ബട്ട് ദ വാല്യൂസ് ഡസ് നോട്ട് ചേഞ്ച്. വാല്യൂ എന്ത് ചെയ്യില്ല, മാറില്ല. നമ്മളിപ്പോൾ ഇവിടെ 100 മീറ്റർ മാർക്ക് ചെയ്ത് 1 സെന്റിമീറ്റർ 100 മീറ്റർ എന്ന് പറഞ്ഞ് 100 മീറ്റർ മാർക്ക് ചെയ്താലും നമ്മൾ 1 സെന്റിമീറ്റർ 1 മീറ്റർ എന്ന് പറഞ്ഞിട്ട് 100 സെന്റിമീറ്റേഴ്സ് കഴിഞ്ഞ് മാർക്ക് ചെയ്താലും വാല്യൂസ് മാറില്ല. നമ്മൾ ഈ സ്കെയിൽ ചെറുതാക്കി കൊണ്ടുവന്നാൽ ഗ്രാഫ് എന്താവും, ഇൻക്രീസ് ചെയ്യും. സോ ബീന്റെ ആൻസർ എന്താണ്, സൈസ് ഓഫ് ഗ്രാഫ് ഇൻക്രീസസ്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ഫോളോയിങ് ഗ്രാഫ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. സോ നമുക്ക് 4 ഗ്രാഫ് വന്നിട്ടുണ്ട്. ഐഡന്റിഫൈ ദ ഗ്രാഫ് വിച്ച് ഇൻഡിക്കേറ്റ്സ് ദ മോഷൻ ഓഫ് എ ബോഡി വിത്തൗട്ട് ആക്സലറേഷൻ. ആക്സലറേഷൻ ഇല്ലാത്ത കേസാണ് ചോദിച്ചിട്ടുള്ളത്. എന്താ ആക്സലറേഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും. വെലോസിറ്റി വിൽ ബി കോൺസ്റ്റന്റ്. സോ ഇതിൽ ഏതിലാണ് വെലോസിറ്റി കോൺസ്റ്റന്റ്, ഇവിടെ നമുക്ക് നോക്കിയാൽ വെലോസിറ്റി ടൈം ഗ്രാഫുകളാണ് തന്നിട്ടുള്ളത്. സോ ഫസ്റ്റ് കേസിൽ വെലോസിറ്റി കുറഞ്ഞു വരികയാണ്. സെക്കൻഡ് കേസിൽ വെലോസിറ്റി 20 തന്നെയാണ്. തേർഡ് കേസിൽ വെലോസിറ്റി കൂടി വരികയാണ്. ഫോർത്ത് കേസിൽ വെലോസിറ്റി കൂടുന്നുണ്ട് കുറയുന്നുണ്ട്. ഒരു നോൺ യൂണിഫോം മോഷൻ ആണ്. സോ നമുക്കറിയാം എന്റെ ആൻസർ എന്താണ്, ഗ്രാഫ് 2 അല്ലേ. എന്റെ ആൻസർ ഇസ് ഗ്രാഫ് 2. ഗ്രാഫ് 2ലാണ് ആക്സലറേഷൻ ഇല്ലാത്തത്. സോ ഇതെന്താണ്, ഒരു യൂണിഫോം മോഷൻ ആണ്, സെയിം വെലോസിറ്റിയിൽ കണ്ടിന്യൂ ചെയ്തതാണ്. ഇനി വിച്ച് ഗ്രാഫ് ഇൻഡിക്കേറ്റ്സ് എ മോഷൻ ഓഫ് എ ഫ്രീലി ഫാളിംഗ് ബോഡി. ഒരു ഒബ്ജക്റ്റ് ഞാൻ ഡ്രോപ്പ് ചെയ്തു, ഫ്രീലി ഫാൾ ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക. സോ ഒരു ഒബ്ജക്റ്റ് ഡ്രോപ്പ് ചെയ്താൽ അതിനെന്തുണ്ട്, ഒരു ആക്സലറേഷൻ ഉണ്ട്. അതിനാണ് നമ്മൾ ജി എന്ന് പറയുക, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അല്ലെങ്കിൽ അതിന് ഓൾമോസ്റ്റ് നമ്മൾ എടുക്കുന്ന വാല്യൂ എത്രയാണ്, 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. സോ ഒരു ആക്സലറേറ്റഡ് മോഷന്റെ ഗ്രാഫാണ് വേണ്ടത്. ഒരു ആക്സലറേഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, വെലോസിറ്റി ഇൻക്രീസിങ് ആണ്. സോ ഇവിടെ വെലോസിറ്റി ഇൻക്രീസിങ് ആയിട്ടുള്ള കേസ് ഏതാണ്, ഇവിടെ വെലോസിറ്റി ഡിക്രീസിങ് ആണ്. ഇത് നോൺ യൂണിഫോം ആണ്. സോ ഈ ഓപ്ഷൻ ഗ്രാഫ് 3 നോക്കിയാൽ അറിയാം വെലോസിറ്റി ഈസ് ഇൻക്രീസിങ്. സോ ബീന്റെ ആൻസർ എന്താണ്, ഗ്രാഫ് 2. സോ നിങ്ങളുടെ ഓണം എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യുക, ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ആൻഡ് സബ്സ്ക്രൈബ് ദ ചാനൽ.